നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ നിൽക്കുന്നത് അവർ നിങ്ങളോടൊരു ഫിസിക്കൽ അട്രാക്ഷൻ്റെ പുറത്താണോ, അതോ അവർക്ക് നിങ്ങളോട് ഇമോഷണലി ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടോ, എന്താണ് അവർ ഈ റിലേഷനിൽ നിൽക്കാൻ അല്ലെങ്കിൽ നിങ്ങളോടൊരു കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നത് ഫിസിക്കൽ അട്രാക്ഷൻ്റെ പുറത്ത് മാത്രമാണോ, അതോ അവർ ഡീപ്ലി നിങ്ങളുമായിട്ടൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അപ്പോൾ പോസിറ്റീവ് മൈൻഡോട് കൂടിയിട്ട് റീഡിംഗ് കാണുക. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാരിറ്റൽ അഫെയറിലുള്ള ആളുകളായിക്കോട്ടെ, അതുപോലെ മാരീഡ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ ഒരു റീഡിങ് റെസിനേറ്റ് ആവുന്നതാണ് കേട്ടോ. ജസ്റ്റിസ് കാർഡാണ്. 5 of Pentacles, the Hanged Man, Six of Swords, Queen of Swords, Seven of Cups, King of Swords, Queen of Wands, Ace of Pentacles, Two of Swords, Five of Swords, Queen of Cups. ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു റീഡിങ്ങിൽ ഇപ്പോൾ നമുക്കങ്ങനെ പോസിറ്റീവായിട്ടല്ല കിട്ടിയിട്ടുള്ളത്. അതായത് നിങ്ങളുടെ ഞാനിപ്പോൾ ഈ എടുത്ത ഒരുപാട് ആളുകളുടെ ഒരു എനർജിയിൽ ഇവിടെ കാണിക്കുന്നത് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ തന്നെയാണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ 7 of Cups എനർജിയിൽ നിൽക്കുന്ന പേഴ്സൺ ആണ്. അവർക്കൊരു ഒരു കാര്യത്തിൽ ഈ ഒരു പേഴ്സൺ ഒരുപാട് കാര്യങ്ങളോട് അട്രാക്റ്റഡ് ആവുന്ന ഒരു ടൈപ്പ് പേഴ്സൺ ആണ് എന്നുള്ളതാണ്. അവർ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരാളോടുള്ള ഒരു ഇമോഷണൽ ആയിട്ടുള്ള കണക്ഷനേക്കാൾ കൂടുതൽ അവരുടെ ഫിസിക്കലായിട്ടുള്ള അപ്പിയറൻസും അങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തോട്ടുള്ള പുറം മോഡികളിൽ കൂടുതൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ഒരു പേഴ്സണാണ് ഈ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും റെസിനേറ്റ് ആയിക്കൊള്ളുന്നില്ല. കാരണം ഇതിപ്പോൾ കുറച്ച് പേർക്ക് റെസിനേറ്റ് ആവുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അങ്ങനെ ഒരു ഫിസിക്കൽ അട്രാക്ഷനാണ് ഈ ഒരു പേഴ്സണെ ഈ ഒരു റിലേഷനിൽ കൂടുതൽ ഈ ഒരു ബന്ധത്തിൽ നിർത്തുന്നതെന്നുള്ളതാണ്. അപ്പോൾ അത് മാത്രമല്ല, ഈ ഒരു പേഴ്സണ് നിങ്ങളോടുള്ള കണക്ഷൻ മാത്രമല്ല, നിങ്ങളോടുള്ള കണക്ഷനിൽ അവർ പലപ്പോഴും ഒരു ചീറ്റിംഗ് എനർജിയിലാണ് എന്നുള്ളതാണ്. 5 of Swords എനർജിയിലാണ് അവർ നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റിലുള്ള ഒരു പേഴ്സണായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതുമല്ല, ഇവിടെ ക്യൂൻ ഓഫ് വാൺസ് എനർജിയിലാണ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഫിസിക്കൽ അട്രാക്ഷൻ്റെ പുറത്തൊരു റിലേഷനിലോട്ട് വരുന്ന ആളുകൾക്ക് അവർ നിങ്ങളുമായിട്ട് മാത്രമായിരിക്കില്ല, മറ്റൊരു റിലേഷൻഷിപ്പ് അവർക്ക് ഉണ്ടായിരിക്കും. അത് സ്വാഭാവികമാണ്. ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കൂടി ഈ റിലേഷനിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് സത്യസന്ധമായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ ഒരു പേഴ്സൺ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഫിസിക്കൽ അട്രാക്ഷനാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നിങ്ങൾ മാത്രമല്ല മറ്റു റിലേഷൻഷിപ്പും ഇവർ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു എനർജിയിലുള്ള പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ രണ്ടുപേരും ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്ന റിലേഷനായിട്ട് കാണുന്നത്. രണ്ടുപേരും ഒരാൾ വാളെടുത്ത് ഒന്ന് നല്ല സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലും പറയുവാണെങ്കിൽ അതുപോലെ വാളെടുത്ത് തിരിച്ചും പറയുന്ന ഒരു പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സണും. നിങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ
ഈ ഒരു ഈ പേഴ്സൻ്റെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും ഈ പേഴ്സൺ കൂടുതൽ ഫിസിക്കൽ അപ്പിയറൻസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഫിസിക്കൽ അട്രാക്ഷൻ്റെ പുറത്താണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻ വന്നിട്ടുള്ളത്. അതുപോലെ അവർക്ക് മറ്റു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് നിങ്ങൾക്ക് സൂചനകൾ കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവരോട് കൂടുതൽ നിങ്ങൾക്ക് വഴക്കിടേണ്ട സിറ്റുവേഷൻസ് ആണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ പരസ്പരം പലപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ വഴക്കിടുന്ന ഒരു ടെൻഡൻസിയാണ് കാണുന്നത്. രണ്ടുപേരും ഈ ഒരു സംശയത്തിൻ്റെ പുറത്ത് നിങ്ങൾ പല കാര്യങ്ങളും ഇവരോട് ചോദിക്കും. അത് ഇവരുടെ ഈഗോ ഹേർട്ടാവും. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു വഴക്കാവും. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ കാണിക്കുന്നത്. അത് മാത്രമല്ല, ഇവരൊരു ചീറ്റിംഗ് എനർജിയിൽ നിൽക്കുന്ന പേഴ്സൺ ആണ്. 5 ഓഫ് സോഴ്സ് എനർജിയിൽ നിൽക്കുന്ന പേഴ്സൺ ആണ്. ചീറ്റിംഗ് മെൻറ്റാലിറ്റിയാണ് ഇവർക്കുള്ളത് എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ ഇവർ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഈ റിലേഷനിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഒരു കൺഫ്യൂഷൻ ഇവർക്കുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഇവർ ഈ റിലേഷനിൽ നിൽക്കാനുള്ള പ്രധാന റീസണായിട്ട് മറ്റൊരു റീസണായിട്ട് കാണിക്കുന്നത് ഇവർ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് പലപ്പോഴും ഇവർ ഈ റിലേഷനിൽ കൂടുതൽ നിൽക്കുന്നുണ്ട്. അതായത് മറ്റു റിലേഷനേക്കാൾ കൂടുതൽ അവർ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അവർക്ക് മറ്റു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ പോലും അവർ ഇവിടെയാണ് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്, നിങ്ങളുമായിട്ടാണ് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്. കാരണം അവർക്കിവിടെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് കൂടി അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും ഈ റിലേഷനിൽ സ്റ്റെക്കായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇവർക്ക് എന്നാൽ കൺഫ്യൂഷൻ ഉണ്ട്, ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണോ, ഇത് എൻഡ് ചെയ്യണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇവർക്ക് വരാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഇവിടെ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കുറവാണ്. മറ്റു റിലേഷൻഷിപ്പ് അവർക്കുള്ളത് കൊണ്ട് തന്നെ അതിലോട്ട് പോകണോ, ആ ഒരു റിലേഷനിലോട്ട് ഫോക്കസ് ചെയ്യണമെന്ന് ഇവർക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങൾക്കുള്ള അവർക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് തന്നെ അവർ ഇത്രയും വഴക്കുണ്ടായാലും ഒക്കെ ഈ റിലേഷനിൽ അവർ നിൽക്കാറുണ്ട്. അതായത് ഇപ്പോൾ പിണങ്ങിപ്പോയാലും അവർ വീണ്ടും തിരിച്ചു വരും, എന്നിട്ട് വീണ്ടും ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ഒരു ഇതെന്ന് വെച്ചാൽ നിങ്ങളിവിടെ ക്യൂൻ ഓഫ് കപ്സ് എനർജിയിലുള്ള പേഴ്സൺ ആണ്. നിങ്ങൾ ഇമോഷണലി ഒരുപാട് അറ്റാച്ച്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണിൻ്റെ ഈ നെഗറ്റിവിറ്റി, അവർ ഈ റിലേഷൻ എങ്ങനെയാണ് കാണുന്നത്, എങ്ങനെയാണ് ഈ റിലേഷനിൽ അവർ നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ ആ ഒരു നെഗറ്റിവിറ്റിയും അതിൻ്റെ ആ ഒരു ഡെപ്തും, നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായാലും നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ അല്ലെങ്കിൽ ആ ഒരു റിലേഷനിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്കൊരു ടെൻഡൻസി ഉണ്ട് എന്നുള്ളതാണ്. അത് ഈ ഒരു ഇമോഷണൽ അഡിക്ഷൻ കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ടെൻഡൻസി ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് അവിടെ തന്നെ നിൽക്കണം എന്നുള്ളൊരു തോന്നലാണ്. ഇവരിങ്ങനെയൊക്കെ കാണിച്ചാലും ഇവർ കുറച്ച് കഴിഞ്ഞാൽ ശരിയാവുമായിരിക്കും എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ട്. ഈ പേഴ്സൺ റെഡി ആയി വരും, അവർ ഈ എൻ്റെ ലൈഫിലോട്ട് നല്ല രീതിയിൽ തന്നെ വരും, എന്നിട്ട് നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ നിങ്ങൾക്ക് ഈ ഒരു ഇമോഷണൽ അഡിക്ഷൻ്റെ പേരിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആ ഒരു പ്രതീക്ഷയിലാണ് നിങ്ങൾ ഈ റിലേഷനിൽ ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാം, എന്നിട്ട് നിങ്ങളിവിടെ സ്റ്റേ ചെയ്യുന്നു, നിങ്ങൾ അവിടെ നിൽക്കുന്നു, സ്റ്റിക്കും ചെയ്യുന്നു നിങ്ങൾ. അത് ഈ ഒരു ഇമോഷണൽ അഡിക്ഷൻ്റെ കാരണം കൊണ്ടാണ് കേട്ടോ. അതുപോലെ നിങ്ങൾ ഇവരോട് നീതിപൂർണമായിട്ടാണ് നിന്നത്. നിങ്ങൾക്കിവിടെ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് നിങ്ങളുടെ ആഗ്രഹം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒരു ആഗ്രഹത്തിന് പുറത്താണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്നിട്ടുള്ളത് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഇതൊരു ചീറ്റിംഗ് എനർജിയിൽ നിൽക്കുന്ന റിലേഷനാണ്. അതുപോലെ ഈ പേഴ്സൺ നിങ്ങളോട് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ്റെ പുറത്താണ് നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ അവർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ റിലേഷനിൽ നിന്നും മൂവ് ഓൺ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് മുന്നോട്ട് നല്ലത് എന്നുള്ള രീതിയിലാണ് ഇവിടെ യൂണിവേഴ്സിൻ്റെ ഒരു മെസ്സേജ് കാണിക്കുന്നത്. നിങ്ങൾ ഈ റിലേഷനിൽ നിന്നും മൂവ് ഓൺ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നോക്കാം. ഏഞ്ചൽസ് എന്താണ് നമുക്ക് റിലേഷനിൽ മുന്നോട്ട് എന്ത് ഡിസിഷൻ എടുക്കാനാണ് പറയുന്നത് നോക്കാം. ഓക്കെ, പെർഫെക്റ്റ് ടൈമിംഗ് എന്നാണ്. നിങ്ങൾ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു പെർഫെക്റ്റ് ടൈമിംഗ് തന്നെ നിങ്ങൾ ഈ റിലേഷനിൽ നിന്നും മൂവ് ഓൺ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട്, നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിലോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. നോ എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. നിങ്ങൾ ഈ റിലേഷനിൽ നിൽക്കണോ വേണ്ടയോ എന്നുള്ള ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കണ്ടിന്യൂ ചെയ്യരുത് എന്നുള്ള നോ എന്നുള്ള ആൻസറാണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ.
ബി അസർട്ടീവ് എന്നാണ്. നിങ്ങൾ കുറച്ചുകൂടി ഈ റിലേഷൻ വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒന്നുകൂടി നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കുകയും ഇതിന് വേണ്ടിയിട്ടൊരു ഡിസിഷൻ എടുക്കുകയും ചെയ്യണം. ഓക്കെ. പീസ്ഫുൾ റെസൊല്യൂഷൻസ് എന്നാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്താൽ നിങ്ങൾ ആകെ വിഷമത്തിലാകും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ആകെ ഒരു സ്ട്രെസ് സിറ്റുവേഷനിലാവും എന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്ത് കടന്നാൽ നിങ്ങളുടെ ലൈഫിലോട്ടൊരു സമാധാനവും സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് വരും. നിങ്ങളുടെ ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. നിങ്ങളുടെ ലൈഫിലോട്ട് മറ്റൊരു പേഴ്സൺ നിങ്ങളെ സോൾമേറ്റ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഒരു പെർഫെക്റ്റ് പാർട്ട്ണറായിട്ട് കാണുന്ന ഒരു പേഴ്സൺ നിങ്ങളോട്ട് വരാനുണ്ടായിരിക്കും. അത് ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോയാൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങനെ ഒരു ലൈഫ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ. നെക്സ്റ്റ് നോ കാർഡാണ്. ഈ റിലേഷൻ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യരുത് എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ നോ കാർഡാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് നോക്കാം. ഇന്നൊരു നെഗറ്റീവ് റീഡിങ് വന്നതിൽ എന്നോട് ക്ഷമിക്കുക. കാരണം ഞാൻ മനഃപൂർവ്വം എടുക്കുന്നതല്ല. ഇതിങ്ങനെ സ്പ്രെഡ് വരുമ്പോൾ എനിക്ക് അതല്ലേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ അങ്ങനെ ഈ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവാം കേട്ടോ. ലെറ്റർ പി. 1997. അനീഴം. 1989. നവംബർ, മെയ്, സെപ്റ്റംബർ, തിരുവോണം, 1985, 1988. ലെറ്റർ വൈ, ലെറ്റർ ഡി, ലെറ്റർ സി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.